സംസ്ഥാനത്തെ ITIകളിൽ മാസത്തിൽ 2 ദിവസം വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ITIകൾക്ക് എല്ലാ ശനിയാഴ്ചകളിലും അവധി നൽകാനും തീരുമാനമുണ്ട്. ഇതിനായി ഷിഫ്റ്റുകൾ ക്രമീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലും വനിതകൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആയാസമേറിയ നൈപുണ്യ പരിശീലന ട്രെയിനുകളിൽ പോലും വനിതാ ട്രെയിനികൾ ഉണ്ട്. ഇക്കാര്യത്തിൽ എല്ലാം പരിഗണിച്ചുകൊണ്ട് ITIകളിലെ വനിതാ ട്രെയിനികൾക്ക് ആർത്തവ അവധിയായി മാസത്തിൽ 2 ദിവസം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ITI ട്രെയിനികൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി അനുവദിക്കുവാൻ പോകുന്ന പോലും ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? സുപ്രധാനമായ 2 തീരുമാനങ്ങളാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ITI ട്രെയിനികൾ കാലങ്ങളായി കുറച്ച് നാളുകളായി ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ്. അത് ആർത്തവ അവധി വേണമെന്നുള്ളതായിരുന്നു. അതിൽ 2 ദിവസം അവധി നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ആയാസമേറിയ പഠനമാണ് ഇപ്പോൾ ITIകളിലുള്ളത്. അതിലിപ്പോൾ വനിതാ ട്രെയിനികളിലുമുണ്ട്. അവർക്ക് ഈ ആർത്തവ സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അത് പരിഗണിച്ചാണ്, ആവശ്യം പരിഗണിച്ചാണ് 2 ദിവസത്തെ ആർത്തവ അവധി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ശനിയാഴ്ച ITI പ്രവൃത്തി ദിവസമായിരുന്നു. ആ പ്രവൃത്തി ദിവസം ഇപ്പോൾ ഒഴിവാക്കിയിട്ട് ശനിയാഴ്ച അവധി നൽകാനാണ് തീരുമാനം. അവധി നൽകുമ്പോൾ ഈ പ്രവൃത്തി ദിനത്തിന്റെ അടക്കമുള്ള ഇവരുടെ പഠിക്കാനുള്ള സമയം കുറയുന്നുണ്ട്. ആ സമയം കുറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി 2 ഷിഫ്റ്റുകളാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. ആ 2 ഷിഫ്റ്റുകൾ, ഒന്ന് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. 2ാം ഷിഫ്റ്റ് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെ. ഈ ട്രെയിനുകൾക്ക് ശനിയാഴ്ച അവധിയാണെങ്കിലും അതിനും പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം. കാരണം അവർക്ക് ഷോപ്പ് ഫ്ലോർ ട്രെയിനിങ്ങും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഹസ്തകല പരിശീലന കോഴ്സുകൾ, അതോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായും ഈ ശനിയാഴ്ചകൾ ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. സനീഷ്. ശരി, നന്ദി ബിനിൽ വിവരങ്ങൾക്ക്.